നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2013 ജൂലൈ മാസത്തിലെ ആദ്യത്തെ ഒരു സൺഡേ സംഭവിച്ച ഒരു യഥാർത്ഥ സംഭവം, ഫ്ലാഷ് ബാക്ക്. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം, എന്നാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം. 2011 കാലഘട്ടത്തിൽ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചാൾ പി ജിയിലായിരുന്നു. ഇത് ഒരു മോശമായൊരു സംഭവം ഉണ്ടാകുകയും ആ കാരണത്താൽ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ, അവരുടെ സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ടുണ്ട്, ആ വീട്ടിൽ താമസിക്കാനിടയായി. ഏകദേശം ഒരു കൊല്ലത്തോളം ആ വീട്ടിൽ താമസിക്കാൻ ഇടയായി. പിന്നീട് ആ സമയത്ത് എൻ്റെ കല്യാണത്തിൻ്റെ ഒരു സമയമാവുകയും അതുപോലെ അവർക്ക് ഇന്ത്യക്ക് പുറത്ത് പോകേണ്ട ഒരു സമയമുണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ ഏകദേശം ഒറ്റയ്ക്ക് കുറച്ച് നാളൊക്കെ താമസിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക്. അതൊരു 2 നല്ല വീടായിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഒരു ദിവസം സൺഡേ, അതായത് അവർ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ടെങ്കിലും അവർ വേറെ ഒരു സ്ഥലത്ത്, അതായത് ഈ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരത്തേക്ക് അവരുടെ ഫാമിലി അവിടെ താമസിക്കുന്ന കാരണം അവർ അങ്ങോട്ട് പോയി. അവരുടെ ആ വീട്ടിലെ ആളുടെ വൈഫിൻ്റെ ഫാമിലി അവിടെ അടുത്തൊരു 10 കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന കാരണം, അവർ വീക്കെൻഡായ കാരണം അവരങ്ങോട്ട് പോവുകയുണ്ടായി. അങ്ങനെ രാത്രി ഞാൻ സിനിമയൊക്കെ കണ്ട് ഉറങ്ങാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവുകയും 12 മണി 1 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവുകയും പിറ്റേ ദിവസം ഏകദേശം ഒരു 6 മണി 5:55 6 മണി ആ ഒരു സമയമായപ്പോൾ ഒരു ശബ്ദം കേട്ടു. തൊട്ടപ്പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ. ഞാൻ അതിൻ്റെ ശബ്ദമാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അതായിരുന്നില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് ശബ്ദം കേട്ടതും. ഞാൻ കിടക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു മുറിയിലും. അതായത് ഭയങ്കരമായിട്ട് ഒരു 3-4 പേര് ഓടുന്ന ഒരു ശബ്ദം, എന്തൊക്കെയോ പൊളിക്കുന്ന ഒരു ശബ്ദം. ഇതൊക്കെയാണ് ഞാൻ കേട്ടത്. ഭാഗ്യത്തിന് ഞാൻ കിടന്ന റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാതെ ഞാൻ ആ ഡോറിൻ്റെ മുകളിലത്തെ ലോക്ക് ഇടുകയുണ്ടായി. ഞാൻ ഈ ഡോറിൻ്റെ ലോക്ക് ഇടുന്ന സമയത്ത് ഞാൻ ഈ റൂമിലാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് റൂമിൽ അല്ലെങ്കിൽ ഒരു ശബ്ദമുണ്ടായി. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അടിയിലത്തെ ഫ്ലോറിൽ ഡോർ കുത്തിപ്പൊളിക്കുകയും, അതായത് റോബറി അറ്റംപ്റ്റ് ആയിരുന്നു. അടിയിലത്തെ ഫ്ലോറിലെ മെയിൻ ഡോർ കുത്തിപ്പൊളിച്ച് ഒരു 3-4 പേരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവർ വീട്ടിൽ കയറുകയും അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിൽ എത്തുകയും, ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂം, അതിൽ ഈ റൂമിൽ ഞാൻ കിടക്കുകയും ഈ റൂമിൽ അവർ എൻ്റർ ചെയ്യുകയും, അങ്ങനെ ആ റൂമിലെ കബോർഡ് പൊളിച്ച് അവരതിലുള്ള സംഭവം നോക്കുകയുണ്ടായി. അങ്ങനെ അവരുടെ അടുത്ത ലക്ഷ്യം ഞാൻ കിടക്കുന്ന റൂമിലായിരുന്നു. എന്തോ ഒരു ദൈവാധീനമെന്നോ എന്തോ എന്നറിഞ്ഞൂടാ, റൂമിലെ ഫാൻ ഞാൻ ഓഫ് ചെയ്തില്ല. പക്ഷേ ലാപ്ടോപ്പ് എൻ്റെ ബെഡിലുണ്ടായിരുന്നു. എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണും കൊണ്ട് ഞാൻ നേരെ ബാത്റൂമിലേക്ക് പോയി. എന്തിനാണ് ആ ഫോൺ എടുത്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഫോണെടുത്ത് ബാത്റൂമിൽ പോയതുകൊണ്ട്, ഞാൻ ഫോണെടുത്ത് ബാത്റൂമിൽ പോയതും ഞാൻ കിടന്ന റൂം പൊളിച്ച് എൻ്റർ ചെയ്തതും ഏകദേശം ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ബാത്റൂമിൽ കയറി. അവിടെ ഒരു ഗോദ്രേജിൻ്റെ ഒരു അലമാരി ഉണ്ടായിരുന്നു. അവർ അത് വിത്തിൻ സെക്കൻഡ്സ് അതിൻ്റെ ഉള്ളിലത്തെ കബോർഡ് പൊളിച്ച് നോക്കുകയുണ്ടായി. അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായില്ല. പക്ഷേ അവർ ലാപ്ടോപ്പ് എടുത്തുകൊണ്ടേയില്ല ഭാഗ്യത്തിന്. അങ്ങനെ ഞാൻ ആ ബാത്റൂമിൽ സ്റ്റക്കായി. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീട്ടിലെ ഗൃഹനാഥനെ ഫോൺ വിളിക്കുകയുണ്ടായി. ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. അതായത് ഞാൻ ഹലോ എന്ന്, അവിടെ നിന്ന് അവർ ഭയങ്കര സന്തോഷത്തിലാണ് വിളിക്കുന്നത്. കാരണം അവരുടെ മൈൻഡിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ലല്ലോ. അവർ ഭയങ്കര സന്തോഷത്തിൽ വിളിക്കുകയും എനിക്ക് എൻ്റെ സൗണ്ട് പുറത്തേക്ക് വരാതെ ഞാനൊന്ന് സംസാരിക്കാനായിട്ട് പരിശ്രമിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഈ വീട്ടിൽ ആരോ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ലാൻഡ് ഫോണിലേക്ക് കുറച്ച് നേരം വിളിച്ചു. അരമണിക്കൂറിനുള്ളിൽ അവർ കാറും കൊണ്ടുവരികയും അവർ ഗേറ്റ് ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗേറ്റ് എന്നോട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഗേറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ ആ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഓടി അടിയിലേക്ക് വരണം. എങ്ങനെ ഞാൻ ആ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഓടി ഗേറ്റിൻ്റെ അവിടെ വരെ എത്തിയെന്ന് എനിക്കറിയില്ല. അവരെന്നോട് പറഞ്ഞു, മെയിൻ ഡോറൊക്കെ ഓപ്പണാണ്, വന്നോളം പറഞ്ഞു.
അങ്ങനെ ഞാൻ അടിയിലെത്തി ഗേറ്റ് തുറന്നു കൊടുക്കുകയും പിന്നീട് പോലീസ് വരികയും പോലീസ് നായ വരികയും ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുകയും പിന്നീട് കള്ളനെ പിടിച്ച് നഷ്ടപ്പെട്ടത് ഏകദേശം കുറച്ച് എമൗണ്ട് കിട്ടിയ കോടതിയിൽ പോയിട്ടൊക്കെ കിട്ടിയതാണ്, അതിനെ പറ്റി ഞാൻ പറയുന്നില്ല. പിന്നീട് ഒരിക്കൽ ഇവർ അമേരിക്കയിൽ പോയ സമയത്ത്, അതായത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒക്ടോബർ ടൈമിൽ അവർ അമേരിക്ക പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീട്ടിലൊറ്റയ്ക്ക് താമസിക്കേണ്ട ഒരവസ്ഥ വീണ്ടും വന്നു. അന്ന് അവർ സേഫ്റ്റി ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്ങനെ പോയാലും ഉറങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു നമ്മുടെ മൈൻഡിൽ ആ ഒരു സംഭവമുള്ള കാരണം പിന്നീട് എന്നെ സംബന്ധിച്ചൊരു ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിയുക, അതായത് സേഫ്റ്റി ഡോറും അങ്ങനെ ഭയങ്കര പ്രൊട്ടക്ഷനൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് കഴിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ആ വീട്ടിൽ. കാരണം നമ്മുടെ മൈൻഡിൽ ആ ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ അവിടെ ഒളിച്ചിരുന്നത് നന്നായി എന്നാണ്. കാരണം അവരെന്നെ കണ്ടിരുന്നെങ്കിൽ ഫേസ് ടു ഫേസ്, അതായത് ഞാൻ കള്ളൻ എന്നെയും കാണുമ്പോൾ അവരുടെ കയ്യിൽ ഓൾറെഡി മാരകായുധങ്ങളുണ്ട്. അവർ നേരെ മറിച്ച് തലയമൊരു അടിച്ചിരുന്നെങ്കിൽ ഞാൻ ബ്ലഡ് വീണും ആരും രക്ഷിക്കാൻ വരാതെ ബ്ലഡ് വീണ് മരിക്കാൻ ഇടയായി. എനിവേ അതൊരിക്കലും മനസ്സിൽ നിന്ന് മായാത്ത ഒരു ദിവസമായിരുന്നു. ഞാൻ പലപ്പോഴും അത് മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒക്കെ വീടുകളിൽ സേഫ്റ്റി ഡോർ വേണമെന്നും ഒരു പട്ടിക്കുട്ടി വേണമെന്നും എനിക്ക് ഭയങ്കര ഒരു സേഫ്റ്റിയാണ്. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ശബ്ദം വരുമ്പോൾ പട്ടിക്കുട്ടി ശബ്ദിച്ചേനെ. നേരെ മറിച്ച് ഇവിടെയും ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ പട്ടി കുരച്ചിട്ട് ബഹളം ഉണ്ടാക്കിയേനെ. പക്ഷേ അപ്പുറത്തെ വീട്ടിൽ ഈ സംഭവം ഉണ്ടാവുന്ന നേരത്തെ അപ്പുറത്തെ വീട്ടിൽ പട്ടി കുരയ്ക്കുകയും ആ ഒരു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിനമായി മാറിയത്. നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങളാണ്, പക്ഷേ ജീവൻ തിരിച്ചു കിട്ടി എന്ന് മാത്രം. ഇതിൽ നിന്ന് മൈൻഡ് മാറുക കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും എനിക്കിതിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നന്ദി, നമസ്കാരം.